അപ്പോൾ അദ്ദേഹം പറഞ്ഞ ശരിയാണ്. അദ്ദേഹം പറഞ്ഞ അതിനകത്ത് ആ ഒരു മകനും നല്ല അയാൾക്ക് വിഷമം ഉണ്ടായിരിക്കാം. അപ്പം ഞാൻ ചോദിച്ചു, തിരിച്ച് അമ്മയെ വിളിച്ചു. ഞാൻ ആ സ്ത്രീയെ വിളിച്ച് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, മകൻ ഇങ്ങനെയാണ് പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, പട്ടി സാറേ കഴിക്കത്തില്ല, ഞാൻ വാരി കൊടുക്കാം. നിങ്ങളുടെ മകന് നിങ്ങൾ വാരി കൊടുത്തിട്ടുണ്ടോ? മകന് ചെറുപ്പത്തിലൊക്കെ കുഞ്ഞായിരിക്കുമ്പോഴൊക്കെ അവന് ഭക്ഷണം കൊടുത്ത്. ഞാൻ അതല്ല, ഇച്ചിരി വലുതായി കഴിയുമ്പോൾ മക്കൾക്കൊക്കെ ഒരു ആഗ്രഹം കാണത്തില്ല, അമ്മയൊക്കെ വാരി തരണം എന്നുള്ളത്. അങ്ങനെ വാരി കൊടുക്കാറുണ്ടോ എന്ന് പറഞ്ഞു, ഇല്ല, അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞു മാഡം, ഈ മക്കൾക്ക് പട്ടിക്ക് വാരി കൊടുക്കുന്ന തെറ്റൊന്നും ഞാൻ പറയുന്നില്ല. പട്ടിയെ നമ്മളൊരു വളരെ സ്നേഹത്തോടെ വളർത്തുന്നതാണ്, വളരെ സ്നേഹമുള്ളൊരു മൃഗമൊക്കെയാണ്. പക്ഷേ വയസ്സാം കാലത്ത് പട്ടി നമുക്ക് വെള്ളം കൊണ്ട് തരത്തില്ല. സ്വന്തം മകന്, ഒരേ ഒരു മകൻ, അത് ഒറ്റ മകനാണെന്ന് ഓർക്കണം. മകൻ്റെ മനസ്സിൽ ഇത്രയും വിദ്വേഷം വരണമെങ്കിൽ അവനെ എന്തോരം ഇറിറ്റേറ്റഡ് ആയിട്ടുണ്ടായിരിക്കും. ഞാൻ ചോദിച്ചു, നിങ്ങൾ പുറത്തൊക്കെ പോകാറുണ്ടോ? അപ്പോൾ പറഞ്ഞില്ല, ഞാൻ എങ്ങും അങ്ങനെ പുറത്ത് പോകാറില്ല. കാരണം എന്താണെന്ന് വെച്ചപ്പോൾ പറഞ്ഞു, ഇല്ല പട്ടിയുണ്ട് സാർ. ഞാൻ ഇത് തന്നെ മകനും പറഞ്ഞു. മകൻ കള്ളം പറഞ്ഞല്ല. പട്ടിയെ നോക്കി അമ്മയ്ക്ക് ഇരിക്കാനേ ആഗ്രഹമുള്ളൂ, അമ്മയ്ക്ക് മക്കളുടെ കൂടെ അപ്പൻ്റെ കൂടെ പുറത്തൊന്നും പോകാൻ താല്പര്യമില്ലായിരുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞത്, ഇത്തരം ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇത് ഒരു നമുക്ക് ആരോഗ്യമുള്ള സമയത്തോ അല്ലെങ്കിൽ നമുക്കൊരു ജോലിയുള്ള സമയത്തോ അല്ലെങ്കിൽ നമ്മൾ ബിസി ആയിരിക്കുമ്പോഴോ നമ്മളിതൊന്നും മൈൻഡ് ചെയ്യത്തില്ല. പക്ഷേങ്കിൽ നമ്മൾ റിട്ടയർഡായി അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് മറ്റൊരാളുടെ സഹായം അല്ലെങ്കിൽ മറ്റൊരാളുടെ സാമീപ്യം നമുക്ക് ആവശ്യമുള്ള ഒരു സമയത്ത് നമ്മൾ അന്വേഷിച്ച് ചെന്ന് കഴിഞ്ഞാൽ ഇവരാരും വരത്തില്ല. അന്നേരം നമ്മൾക്കിത് ആദ്യം തൊട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റത്തുമില്ല. ഇന്നിപ്പോൾ ഈ സ്ത്രീ അനുഭവിക്കുകയാണ്. ഞാൻ ആ മകനോട് കുറേ നേരം സംസാരിച്ച് നോക്കി, പക്ഷേ എനിക്ക് തോന്നുന്നില്ല അവൻ്റെ മനസ്സ് മാറുമെന്നുള്ളത്. കാരണം അവനെ കുറ്റം പറയാൻ പറ്റത്തില്ല. അവൻ ചെറുപ്പം തൊട്ടേ അവൻ്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിരിക്കുന്നതാണ്, അമ്മയ്ക്ക് അവനേക്കാളും സ്നേഹം പട്ടിയാണ്.